പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായി ഇന്ത്യ. യുകെയിൽ നിന്ന് 89 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള ഇലക്ട്രിക് വാഹന ഇറക്കുമതി ഇന്ത്യ അനുവദിക്കും. യുകെയിൽ നിന്ന് പരിധിയില്ലാത്ത ഇറക്കുമതി അനുവദിക്കുമെന്ന് ഇന്ത്യ. 44 ലക്ഷത്തിൽ താഴെ വിലയുള്ള ചെറിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ വലിയ കയറ്റുമതി കോട്ടയ്ക്ക് പകരമായാണിത്. ഇരു രാജ്യങ്ങളും അംഗീകരിച്ചാൽ മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾക്കിത് ഗുണം ചെയ്യും. യൂറോപ്പിലേക്കുള്ള EV കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രമുഖ കാർ നിർമ്മാതാക്കൾ ശക്തമാക്കിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് ആഡംബര കാർ നിർമ്മാതാക്കളായ ജാഗ്വർ ലാൻഡ് റോവറും യുകെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് EVകളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കും. നിലവിൽ കമ്പനി ഇന്ത്യയിൽ EV മോഡലായ ജാഗ്വർ I-Pace മാത്രമാണ് വിൽക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ജനുവരി വരെയുള്ള കാലയളവിൽ ഇന്ത്യ യുകെയിലേക്ക് $12 ബില്യൺ സാധനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. $7.28 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതിയും ചെയ്തു. യുഎസിന്റെ പരസ്പര താരിഫിനെ തുടർന്നുള്ള പ്രതിസന്ധി സമയത്താണ് ഇന്ത്യ യുകെ വ്യാപാര ചർച്ചകൾ നടക്കുന്നത്. ട്രംപ് ഭരണകൂടവുമായി ഇന്ത്യ ഉഭയകക്ഷി വ്യാപാര കരാറിനായി ചർച്ചകൾ നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിലെ ഫുജൈറയിൽ നിന്ന് മുംബൈ, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് ഉടൻ സർവീസ് ആരംഭിക്കുമെന്ന് ഇൻഡിഗോ. കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ അവസരം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഉപകാരപ്രദമായ സർവീസുമായി ഇൻഡിഗോ. മെയ് 15 മുതൽ എല്ലാ ദിവസവും ഈ സർവീസ് ഉണ്ടാകും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി ഇൻഡിഗോ അറിയിച്ചു. നിലവിൽ 12,159 രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക്. എല്ലാ ദിവസവും രാത്രി 8:55 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം 11:25 ഫുജൈറയിലെത്തും. തിരികെ ഫുജൈറയിൽ നിന്ന് പ്രാദേശിക സമയം വെളുപ്പിന് 3:40 പുറപ്പെട്ട് രാവിലെ 9 കണ്ണൂരിലെത്തും. കണ്ണൂരിൽ നിന്ന് ഫുജൈറയിലേക്ക് ആദ്യമായാണ് ഒരു വിമാന സർവീസ് ആരംഭിക്കുന്നത്. വേനൽക്കാല ഷെഡ്യൂളിൽ ഇൻഡിഗോ 5 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഇടം പിടിച്ച ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. മികവുറ്റ വിനോദ വിശ്രമ സൗകര്യങ്ങൾ ഹമദ് വിമാനത്താവളത്തിന്റെ പ്രത്യേകതയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനമാണ് ഹമദ് എയർപോർട്ട് സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര എയർലൈൻ എയർപോർട്ട് റേറ്റിംഗ് സ്ഥാപനമായ സ്കൈട്രാക്സ് ആണ് പട്ടിക പുറത്തുവിട്ടത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായും ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തിരഞ്ഞെടുത്തു. തുടർച്ചയായ 11ാം വർഷമാണ് സ്കൈട്രാക്സിന്റെ വേൾഡ് എയർപോർട്ട് അവാർഡുകളിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി ഹമദ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. സിംഗപ്പൂരിലെ ഷാങ്ഹായ് എയർപോർട്ടാണ് 2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്പെയിനിലെ മഡ്രിഡിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. ഹമദ് വിമാനത്താവളത്തിന് 5 സ്റ്റാർ എയർപോർട്ട് റേറ്റിംഗും ലഭിച്ചു. ആഗോളതലത്തിൽ മികച്ച എയർപോർട്ട് ഷോപ്പിംഗിനുള്ള പുരസ്കാരവും ഹമദ് വിമാനത്താവളത്തിനാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം 6000-ഓളം കുടിയേറ്റക്കാരുടെ സാമൂഹിക സുരക്ഷാ നമ്പറുകൾ റദ്ദാക്കാൻ നീക്കം നടത്തിയതായി റിപ്പോർട്ട്. ജീവിച്ചിരിക്കുന്ന കുടിയേറ്റക്കാരെ മരിച്ചവർ എന്ന് തരംതിരിക്കുന്നതോടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. കുടിയേറ്റക്കാരുടെ സാമൂഹ്യ സുരക്ഷാ നമ്പറുകൾ നീക്കം ചെയ്യുന്നത് അവരെ സാമ്പത്തിക സേവനങ്ങളിൽ നിന്ന് ഒഴിവാക്കും. സാമൂഹ്യ സുരക്ഷാ നമ്പർ നിർബന്ധമാക്കിയ ബാങ്കുകളോ മറ്റടിസ്ഥാന സേവനങ്ങളോ ഉപയോഗിക്കുന്നതും ബുദ്ധിമുട്ടാക്കും. CBS ഹോം ആപ്പ് ഉപയോഗിച്ച് നാടുകടത്താനുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത്. 6000-ലധികം കുടിയേറ്റക്കാരെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്ന് വ്യക്തമല്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇതോടെ US-ൽ ജോലി ചെയ്യാനോ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാനോ അവർക്ക് കഴിയില്ല. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് US-ൽ പ്രവേശിച്ച് താൽക്കാലികമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിച്ച കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം നടപടികൾ തുടരുകയാണ്. കുടിയേറ്റക്കാരുടെ വിവരങ്ങൾ മരിച്ചവരെ ട്രാക്ക് ചെയ്യാനുള്ള ഡാറ്റാബേസിലേക്ക് മാറ്റുകയാണെന്ന് റിപ്പോർട്ട് പരാമർശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ഭാരത് മാർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചതായി ലോജിസ്റ്റിക് കമ്പനിയായ DP വേൾഡ്. 2026 അവസാനത്തോടെ ഭാരത് മാർട്ട് പ്രവർത്തനം ആരംഭിക്കും. ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരം സുഗമമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ദുബായിലെ ഒരു ആഗോള B2B, B2C മാർക്കറ്റ് പ്ലേസ് ആണ് ഭാരത് മാർട്ട്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ പദ്ധതിയുടെ മാതൃക അനാച്ഛാദനം ചെയ്തു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, DP വേൾഡിന്റെ ഗ്രൂപ്പ് ചെയർമാനും CEOയുമായ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത്. 2026 അവസാനത്തോടെ ഭാരത് മാർട്ട് തുറക്കും. 2.7 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഭാരത് മാർട്ടിന് പ്രാരംഭഘട്ടത്തിൽ 1.3 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുണ്ടാകും. ഇന്ത്യൻ MSMEകളുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും. ജബൽ അലി ഫ്രീ സോണിലെ മാർട്ടിൽ 1500 ഷോറൂമുകൾ, 7 ലക്ഷം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വെയർഹൌസിംഗ്,
ചെറുകിട വ്യവസായ യൂണിറ്റുകൾ, ഓഫീസുകൾ, ഇന്ത്യൻ വനിതാ സംരംഭകർക്കുള്ള പ്രത്യേക മീറ്റിംഗ് സൗകര്യങ്ങൾ എന്നിവയുണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.